അതെ, ഞങ്ങളിപ്പോഴും ദുബായിലല്ല, നമ്മളിപ്പോൾ ഇതാ നാട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? കൂറ്റൻ മരങ്ങൾക്കുള്ളിലൂടെ ഒരു യാത്ര. അത്രക്ക് വേണ്ട അല്ലേ? നമ്മൾ കോഴിക്കോട് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ഓപ്പൺ ടോപ്പ് ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇത് പുറപ്പെടുക. ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ അപ്പം തന്നെ ടിക്കറ്റ് എടുത്താലും മതി. ഇനി നേരത്തെ ബുക്ക് ചെയ്ത് ഫുള്ളായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റിലോ അവരുടെ ആപ്പിലോ വെച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നോർമൽ KSRTC ബസ്സിൻ്റെ ഒക്കെ ആ മുകളിലിരിക്കുന്ന ആ ഒരു ഹൈറ്റിലാട്ടോ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ നമ്മൾ കോഴിക്കോടിനെ ഈ ഒരു ഹൈറ്റിൽ നിന്നൊന്ന് വീക്ഷിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കോഴിക്കോടുള്ള പ്രധാന സ്പോട്ടുകളിലൂടെ എല്ലാം ഇത് കടന്നു പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളെയൊക്കെ കുറിച്ച് ചെറുതായിട്ട് അവരുടെ ചരിത്രവും ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ മൈക്കിൽ. ജിയമോളുടെ ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. മരങ്ങളുടെ ചില്ലകളും ഒക്കെ നമ്മളെ തലൻ്റെ അടുത്തൂടെ പോകും, തല തട്ട് വരെ ചെയ്യും. പക്ഷെ നല്ല സേഫായിട്ടാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത്. സ്ലോ ആയിട്ടാണ് അങ്ങനത്തെ സ്ഥലത്തൂടെ പോകുന്നത്. മരങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വാർണിങ്ങും തരുന്നുണ്ട്, എണീറ്റ് നിൽക്കരുത്, തല താഴ്ത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഒരു ടൈം കിട്ടുന്നുണ്ട്. സേഫായിട്ടാണ് യാത്ര ചെയ്യുന്നത്. വൈകുന്നേരം 3 മണിക്ക് തുടങ്ങിയിട്ട് ഓരോ 1.5 മണിക്കൂർ കഴിയുമ്പോഴും അടുത്ത ട്രിപ്പ്. അങ്ങനെ ആ ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ട്രിപ്പ് പോയിട്ട് വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു 5 ട്രിപ്പ് ഒരു ദിവസം ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ട്രിപ്പ് 9 മണിക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 4:30 ട്രിപ്പിലാണ് കയറിയിട്ടുള്ളത്. നല്ലൊരു ടൈമാണ് 4:30യും 6 മണിയൊക്കെ. നമുക്ക് കുറച്ച് ലൈറ്റിങ്ങിൽ വീഡിയോസ് എടുക്കാനും കുറച്ച് വെളിച്ചത്ത് കാണുകയും ചെയ്യാം. വലിയ വെയിലും ഇല്ല. എന്നാൽ 3 മണിൻ്റെത് എടുക്കൽ ഇപ്പോൾ റിസ്ക് ആയിരിക്കും കേട്ടോ. ഈ ബസ്സിൻ്റെ താഴത്തെ ഫ്ലോറിലെ സീറ്റിന് 100 രൂപയും മേലെ 200 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്. ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ ഒരു 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഇത്. കോഴിക്കോടുകാരാണെങ്കിലും കോഴിക്കോട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും. ഇനി നമ്മുടെ ഫ്രണ്ട്സൊക്കെ കോഴിക്കോട് കാണാത്തവരാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു സിറ്റി ടൂർ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പം കോഴിക്കോടിൻ്റെ ടൂറിസത്തിനെ വേറൊരു ലെവലിലേക്ക് ആക്ച്വലി ഇത് കൊണ്ടുപോകും. ഇതിൽ രാത്രി യാത്ര ചെയ്യുന്നത് വേറൊരു ഭംഗിയായിരിക്കും. മുന്നിലും ബാക്കിലും മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. മുകളിൽ ഏറ്റവും മുന്നിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അവിടെ ചെറിയൊരു ഷെയ്ഡ് കിട്ടും. നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഹൈറ്റിൽ. അപ്പോൾ ഞങ്ങൾ എടുത്ത ഏറ്റവും ബാക്കിലുള്ള 2 സീറ്റാണ് കേട്ടോ. അവിടെയും ചെറിയൊരു ഷെയ്ഡ് കിട്ടും. എന്നാൽ കംപ്ലീറ്റ് ബസ് നമുക്കിങ്ങനെ കാണുകയും ചെയ്യാം. ടോപ്പ് എന്നുള്ള നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു സീറ്റാണത്. കോഴിക്കോടത്തെ പ്രധാന സ്ഥലങ്ങളുടെ ചെറിയ ചരിത്രമൊക്കെ പറഞ്ഞു തന്ന് നല്ല പാട്ടൊക്കെ കേട്ട് നല്ലൊരു യാത്രയാണ് കേട്ടോ. ഒരു ഈവനിങ് ഔട്ടിങ്ങിനൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. ഞങ്ങളങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും ഇതാ അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.